അർണോസ് കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജൂലി ടീച്ചറിൻ്റെ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൈനീസ് സൂപ്പാണ്. വെജിറ്റബിൾ ചൈനീസ് സൂപ്പ്. കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റാണ് സൂപ്പ്. നമ്മൾ ഭക്ഷണത്തിൻ്റെ മുന്നേ ആയിട്ട് കഴിക്കുന്നതാണ് ഈ സൂപ്പ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുട്ടികൾക്കായാലും വലിയവർക്കാണെങ്കിലും ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റാണ് സൂപ്പ്. നമ്മൾ ഈ ചൈനീസ് സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു സബോള, മീഡിയം സബോള എടുത്താൽ മതി, അത് ചെറുതായി അരിഞ്ഞത്. അതുപോലെ ബീൻസ് നമ്മളൊരു 100 ഗ്രാം, അതും ചെറുതായി അരിഞ്ഞത്. അടുത്തത് നമ്മൾ ക്യാരറ്റാണ്. ക്യാരറ്റ് നമ്മൾ ഒരു 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം ലെവലുള്ള ക്യാരറ്റ് 2 എണ്ണം. പിന്നെ നമ്മൾ സെല്ലറി ലീവ്സ് എന്ന് പറയും. സെല്ലറി നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഒരു ഇലയാണ് സെല്ലറി. അപ്പോൾ ഇത് നല്ല സ്വാദും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല മണമുണ്ട്. പിന്നെ നമ്മൾ കുറച്ചാണ് കോൺഫ്ലവർ നമ്മൾ അത് വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സൂപ്പിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 4-5 അല്ലി ഉണ്ടാവും അത് അരിഞ്ഞത്, സോയാ സോസ്, അതുപോലെ ചില്ലി സോസ്, അതുപോലെ നമ്മുടെ ഉപ്പ്, പാകത്തിനിടാനായിട്ടുള്ള ഉപ്പ്, അതുപോലെ മുട്ട ബീറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഈ സൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് മുട്ട. നമുക്ക് സൂപ്പിലേക്ക് അതുപോലെ തന്നെ ഓയിൽ നമുക്ക് ചെറുതായി ഒന്ന് വഴറ്റാനായിട്ട് ഉള്ളതാണ് ഓയിൽ. അതും കുറച്ച് പാകത്തിനാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഐറ്റംസാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ചൈനീസ് സൂപ്പ് ഉണ്ടാക്കുകയാണ്. ആ സൂപ്പിൽ നമ്മൾ കുറച്ച് വെള്ളം, ഒരു 10 പേർക്കുള്ള വെള്ളം, കഴിക്കാനുള്ള വെള്ളമാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഈ ഐറ്റംസൊക്കെ എല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യമായി നമ്മൾ തീ കത്തിച്ച് നമ്മൾ ഈ പാത്രത്തിലത്തെ വെള്ളം തിളച്ച് വരണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി, പൊടിയായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, അതുപോലെ നമ്മൾ വെളുത്തുള്ളി, പൊടിയായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, അതെല്ലാം ചേർത്ത്, അതുപോലെ സബോള, ഇതെല്ലാം ഒന്ന് തിളച്ച് നമ്മൾ വരുത്തണം. അപ്പോൾ തിള വരുന്നത് വരെ നമ്മൾ നോക്കുകയാണ്. ഇതേ സമയം നമ്മൾ ക്യാരറ്റും ബീൻസും കൂടി വഴറ്റുകയാണ്. ആ വഴറ്റാനായിട്ട് നമ്മൾ ആദ്യമായി ഓയിൽ ഒഴിക്കുന്നു. കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീൻസ് ഇടുന്നു. ചെറുതായി അരിഞ്ഞ ബീൻസ്, ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, ഇത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. ചെറുതായി വഴറ്റിയാൽ മതി, കൂടുതലായിട്ട് വഴറ്റണ്ട. ചെറുതായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓഫാക്കുകയാണ്, തീ ഓഫാക്കുകയാണ്. ഏകദേശം നമ്മൾ വഴറ്റി പാകത്തിനായി. പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുകയാണ്. ഇത് നമ്മളെടുത്തിട്ട് നമ്മളിതൊന്ന് ചെറുതാക്കി വെച്ച് കഴിഞ്ഞ് നമ്മളിത് ഇതിലിറക്കിയിടുന്നു.
ഇളക്കി കൊടുക്കുക. നമ്മൾ പാകത്തിന് ഉപ്പിടുക. ഉപ്പ് നമ്മൾ പാകത്തിന് ഇട്ടു. അപ്പം നമ്മൾ കുരുമുളക് പൊടി ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര ഇടുന്നു. കുറച്ച് സോയാ സോസ് അല്ല ചില്ലി സോസ്, കുറച്ച് 2 സ്പൂൺ സോയാ സോസ്, അത് കഴിഞ്ഞ് നമ്മൾ സെല്ലറിയാണ് ഇടുന്നത്, ചെറുതായി അരിഞ്ഞത്. ചുറുക്ക, നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ്. നമ്മൾ വെച്ചിട്ടുള്ള മുട്ട ബീറ്റ് ചെയ്യാണ്. സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി ചൂടോടെ തന്നെ സൂപ്പ് കഴിക്കാനായിട്ട് നോക്കണം. സ്വാദിഷ്ടമായ സൂപ്പാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനായിട്ട് നമ്മൾ ഈ സൂപ്പ് എല്ലാവരും കഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചൈനീസ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സുകളും പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും എല്ലാ അഭിപ്രായങ്ങളും പറയണം. ഓക്കെ, ഇതിൽ പറയാനാണെങ്കിൽ ഇതൊരു നമുക്ക് നല്ല ത്രോട്ട് പെയിൻ അങ്ങനെ എന്തെങ്കിലും തൊണ്ടയ്ക്ക് പ്രശ്നം അങ്ങനെയുള്ള ജലദോഷം കഫ് അതൊക്കെ വരികയാണെങ്കിൽ അത് മാറ്റാൻ ഇത് ഉപകരിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം കുറേയധികം മെഡിസിനിൽ കുറേ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുടിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് നല്ല ഒരു ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, അല്പം ചൂടോടുകൂടി തന്നെ ഈ വെജിറ്റ് സൂപ്പ് പറഞ്ഞ പോലെ വെജിറ്റ് സൂപ്പ് അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഈ സമയത്ത് അത് കഴിക്കുകയാണ്. അല്പം കുരുമുളകിൻ്റെയും അതിൻ്റെ പല സ്പൈസസിൻ്റെ എല്ലാം കൂടി ഉള്ള ഒരു ടേസ്റ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്തേക്ക് വളരെ നന്നായി തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റിനൊക്കെ നല്ലൊരു ഫീല് ഇത് കഴിക്കുമ്പോൾ ഉണ്ട്. നല്ല ടേസ്റ്റ്.
നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നല്ല അടിപൊളി സൂപ്പാണ് ഇത്. നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. വളരെ കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ള കാരണം കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അടിപൊളി സംഭവം. ആദ്യമായിട്ടാണ് സൂപ്പ് കുടിക്കണത്. നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് ഒന്ന് കുടിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചൈനീസ് സൂപ്പൊക്കെ എല്ലാം കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്ത ശേഷം നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ.